കാസർഗോട്ടേക്ക് പ്രിയപ്പെട്ട തങ്ങളും താഹ തങ്ങളൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനും ഷെരീഫ് കുറ്റൂരും വൈസൽ ബാബു ഞങ്ങളൊക്കെ ഇന്ന് അതിരാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പുറപ്പെട്ടതാണ്. ഇനി ഇത് കഴിഞ്ഞ് വൈകുന്നേരം പോകുമ്പോൾ രാത്രിയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ കാസർഗോട്ടേക്ക് വിളിക്കുമ്പോൾ പ്രിയപ്പെട്ട രാഹിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. 2 തവണ രാഹിലിൻ്റെ പരിപാടിയിലേക്ക് എത്താൻ പറ്റാത്തൊരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്ത് വന്നാലും കാസർഗോഡ് സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് എത്ര ദൂരമായാലും അത് വരാൻ താല്പര്യമുള്ള ഒരു സ്ഥലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ജില്ലയിലെ മെമ്പർഷിപ്പുള്ള മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ നിന്ന്. അതിൽ നിന്നാണ് കാസർഗോട്ടേക്ക് വരുമ്പോൾ അതേ ആവേശവും അതേ മുസ്ലിം ലീഗിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആവേശം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് കാസർഗോഡ്. അതുകൊണ്ട് നിങ്ങളുടെ സമ്മേളനത്തിൽ വരിക, ഒരല്പസമയം നിങ്ങളുമായി ചെലവഴിക്കുക എന്ന് മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പ്രസിഡന്റ് പറഞ്ഞത് MSFൻ്റെ ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണമെന്നാണ്. പ്രിയപ്പെട്ട ഫൈസൽ ബാബു, ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അദ്ദേഹം നിങ്ങളുമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഞാൻ ഏതാനും സമയം ഇതിൻ്റെ ഹ്രസ്വമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ പാർട്ടിയുടെ ഉത്ഭവം 1948 മാർച്ച് 10 മദ്രാസി രാജാജി ഹാളിൽ വെച്ച് ഈ പാർട്ടി ഉത്ഭവിച്ചപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നാണ് 2025 ഈ ജൂലൈ 10 ഈ കാസർഗോഡ് ടൗൺ ഹാളിലകത്ത് നമ്മളിരിക്കുമ്പോൾ എന്തായിരുന്നുവോ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അന്ന് തറക്കല്ലിട്ട സമയത്ത് എന്തായിരുന്നുവോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഹോണറബിൾ എക്സിസ്റ്റൻസ്, അതായത് അഭിമാനകരമായ അസ്തിത്വം. ആ അഭിമാനകരമായ അസ്തിത്വം ഏതെല്ലാം എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടും ഈ 2025 ആ അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ വിദ്യാർത്ഥി ഘടകമാണ് നമ്മുടെ MSF. ഇപ്പോൾ നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട തങ്ങൾ വളരെ കൃത്യമായി കാസർഗോഡ് ജില്ലക്കകത്ത് MSF നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ മാസമാണെന്ന് എനിക്ക് തോന്നുന്നു ഇജുകോൺ എന്ന പേരിൽ വലിയൊരു പരിപാടി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഉമർ അബ്ദുസ്സലാമിനൊക്കെ വിളിച്ചു വരുത്തി വലിയൊരു ഇവൻ്റ് അവരിവിടെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് MSF കമ്മിറ്റിയെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരു വിശിഷ്ടാതിഥി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ യൂത്ത് ലീഗിന് മെമ്പർഷിപ്പുള്ള ജില്ലയുടെ അമരക്കാരൻ പ്രിയപ്പെട്ട ഷെരീഫ് കുറ്റൂർ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ മികവുമൊക്കെ നമുക്കറിയാം. പക്ഷേ മലപ്പുറം ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിനെ ക്രിയാത്മകമായി വളർത്തുന്നതിൽ ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയിൽ സാംസ്കാരിക മേഖലയിലും ഒരു ഇടമുണ്ട്, അത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഇടമാണെന്ന് പ്രഖ്യാപിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയ അമരക്കാരൻ കൂടിയാണ് ഷെരീഫ് കുറ്റൂർ. അദ്ദേഹത്തെ സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാം. ഞങ്ങൾക്കൊക്കെ 3 മണിക്കുള്ള ട്രെയിനിൽ പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഏതാനും സമയത്തിനകം അത് അവസാനിപ്പിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന അതാണ്. അപ്പോൾ 1948 മാർച്ച് 10 രൂപീകരിക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത സമുദായമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന സമയത്തും നേരത്തെ ഇവിടെ ഫൈസൽ ബാബു സൂചിപ്പിച്ചു, MSFനെ സംബന്ധിച്ചിടത്തോളം ഈ കാസർഗോഡും മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും വയനാടും എന്തിനേറെ പറയുന്നത് മലബാർ പ്രദേശം കഴിഞ്ഞാൽ പിന്നെ ഈ സംഘടന ഇല്ല എന്ന് അധിക്ഷേപിച്ചവർക്ക് മുന്നിലാണ് നേരത്തെ സൂചിപ്പിച്ച സർവകലാശാലയിൽ മുഴുവൻ ഇന്ന് MSFൻ്റെ സാന്നിധ്യമുള്ള ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കകത്തും, ഏത് പ്രധാന കേന്ദ്ര നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിക്കകത്തും, അവിടുത്തെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനകത്തും എല്ലായിടത്തും നമുക്കൊരു സാന്നിധ്യമുണ്ടായ ഏറ്റവും അഭിമാനകരമായ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വന്ന കോളൊന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാലയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ചെയർമാൻ പ്രിയപ്പെട്ട നിതീഷ് എന്ന് പറയുന്ന സഹപ്രവർത്തകൻ എന്നെ വിളിച്ചുകൊണ്ട് എനിക്കൊരു സാധനം അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞത്, കഴിഞ്ഞ 4 ദിവസമായി JNUവിൻ്റെ അകത്ത് സമരം നടക്കുന്നുണ്ട്. JNU എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൗതികമായ സംവാദങ്ങൾ നടക്കുന്ന ഒരു ക്യാമ്പസാണ്.
ആ ക്യാമ്പസിൽ കഴിഞ്ഞ തവണ ഈ തവണത്തെ ഇലക്ഷനിൽ വിജയിച്ച അവിടുത്തെ യൂണിയൻ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തി, കനയ്യകുമാറിനൊക്കെ ശേഷം നമുക്കറിയാം JNUയുടെ ചെയർമാനാണ്. ആ ചെയർമാൻ വിളിച്ചാവശ്യപ്പെടുന്നത്, ഞാൻ അങ്ങോട്ടൊരു സാധനം അയച്ചു തരുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് അയച്ചു തന്നിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ അഭിമാനം തോന്നി. രാജ്യത്തെ ഏറ്റവും വലിയ സർവകലാശാലക്കകത്ത് ഒരു സ്റ്റുഡൻറ് യൂണിയൻ്റെ സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ ഞങ്ങളും ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, MSF എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെയാണ് അവർ സ്വാഗതം ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ JNUയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഇടതുപക്ഷം ഒന്നിച്ചായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് ഈ പ്രാവശ്യം അവിടെ ഒരു ഭിന്നിപ്പുണ്ടായി. അവിടെ SFIയും ഐസയും ASFും എല്ലാം വേറെ രീതിയിൽ മത്സരം ഉണ്ടാക്കി. അപ്പോൾ ഐസ എന്ന് പറയുന്ന നിലവിൽ അവിടെ ഭരിച്ചിരുന്ന സംഘടന ഒറ്റപ്പെട്ടു പോയി. നമുക്ക് എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അവിടെ NSU അടക്കമുള്ള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന പോലും ഒറ്റക്ക് മത്സരിച്ചപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒറ്റക്ക് മത്സരിച്ച് അവിടുത്തെ മുസ്ലിം വോട്ടുകളെ നമുക്ക് സ്വാധീനിക്കാമായിരുന്നു. പക്ഷേ നമ്മളെടുത്തൊരു തീരുമാനം, ഇവിടെ നമ്മൾ മത്സരിക്കുന്നത്, ഇന്ത്യക്കകത്ത് നമ്മൾ മത്സരിക്കുന്നത് ഇവിടുത്തെ ഫാസിസ്റ്റുകളെ തകർക്കാനും അവരെ ക്യാമ്പസിനകത്ത് അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഇന്ത്യയിലെ ഒരു ക്യാമ്പസിനകത്തും ABVPക്ക് അധികാരമുണ്ടാകരുത്. അതിനെ കാത്തു സംരക്ഷിക്കേണ്ട ബാധ്യത MSFനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനറൽ കൗൺസിൽ യോഗത്തിൽ MSF എടുത്തൊരു തീരുമാനം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഐസക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന ധീരമായ പ്രഖ്യാപനം അന്ന് രാത്രി ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് ഇന്ത്യയിലെ CPMന്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഞങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞു, നിങ്ങൾ ആ തീരുമാനം പിൻവലിക്കണമെന്നാണ്. നമ്മളെ എണ്ണബലം നോക്കിയിട്ടല്ല, നമ്മളെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് തോന്നി. അങ്ങനെ അവിടുത്തെ JNUവിലെ വിദ്യാർത്ഥി റാലിക്കകത്ത് ഇന്നവരെ MSFന് കിട്ടാത്തൊരു സാന്നിധ്യം അവരെ നമുക്ക് കിട്ടി. അവിടെ കുട്ടികൾക്കിടയിൽ കൃത്യമായി നമ്മുടെ സന്ദേശങ്ങൾ അവിടുത്തെ പാംഫ്ലെറ്റിലൂടെ എന്തുകൊണ്ട് MSF ഐസയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന മുദ്രാവാക്യവുമായി ഞങ്ങൾ നിരന്തരം മെസ് ഹാളിലും ക്യാമ്പസിനകത്തും പ്രചരണം നടത്തി. ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ കേവലം വോട്ടുകൾ 50ഉം 100ഉം 32 വോട്ടുകൾക്കാണ് അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടായത്. അവിടെ എങ്ങാനും മറിച്ചൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഭൗതിക നമ്മളെല്ലാ സംവാദങ്ങൾക്കും ഇടം കൊടുക്കുന്ന JNU സർവകലാശാലക്കകത്ത് ABVPക്കാർ വിജയിക്കുമെന്നൊരു പ്രതീക്ഷിച്ചെടുത്ത് ആ വിജയത്തെ തടഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേരാണ് MSF എന്ന അഭിമാനത്തോടു കൂടി എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. അതിൻ്റെ രാഷ്ട്രീയ നാഷണൽ പ്രസിഡന്റ് എന്ന നിലക്ക് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട നിതീഷ് അല്പസമയങ്ങൾക്ക് മുമ്പ് എൻ്റെ കോളിൽ ഒരു മെസ്സേജ് അയച്ചു, ഒരു ഡ്രാഫ്റ്റ് അയച്ചു തന്നിട്ട് ഇത് MSF സ്വീകരിക്കണമെന്നാണ്. ആ രൂപത്തിലേക്ക് ഈ സംഘടനയെ നമ്മൾ എത്തിച്ചു എന്നതാണ്. നേരത്തെ ഇവിടെ ഫൈസൽ ബാബു സൂചിപ്പിച്ചല്ലോ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അതിനകത്ത് ഹ്യൂമാനിറ്റീസ് ലോകത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന പ്രദേശത്തെ കുട്ടികളാണ്. അതിൽ അംബേദ്കർ സ്റ്റുഡൻറ് അസോസിയേഷൻ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ സ്വീകരിച്ചു. ആ യൂണിയനകത്ത് അവസാനമായി പങ്കാളിത്തം ഉണ്ടായത് MSF നേതൃത്വം കൊടുക്കുന്ന യൂണിയനാണ്. അവസാനം അവർ യൂണിയൻ ഇലക്ഷൻ തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. ഇതേ അവസ്ഥ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചു. എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായോ അവിടെയൊക്കെ BJPയുടെ നേതൃത്വത്തിലുള്ള ABVP അടിപതറിയപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. JNUവിൽ തന്നെ കഴിഞ്ഞ 3 വർഷമായി അവർ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കി. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എല്ലായിടത്തും അവർ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ അവർ ഭയക്കുകയാണ്. നമ്മൾ എവിടെയൊക്കെ ആ ശബ്ദത്തെ, ഈ രാജ്യത്തെ എങ്ങനെയാണ് ഫാസിസത്തിനോട് പോരാടേണ്ടത്, അതിന് കൃത്യമായി അടിവരയിട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര സുരക്ഷിത ബോധത്തോടു കൂടിയാണ് നമ്മളിത് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഈ കാസർകോട്ടെ ഈ ടൗൺ ഹാളിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കാൻ കഴിയും. ഇവിടെ പ്രിയപ്പെട്ട ഫൈസൽ ബാബു കൃത്യമായി സംസാരിച്ചു. ഇനി ന്യൂനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ഷെരീഫ് സംസാരിക്കാനുണ്ട്. നമുക്ക് സംസാരിക്കുമ്പോൾ ഈ കാസർകോട്ടെ ഹോളിനകത്ത് തിരിച്ചു പോകുമ്പോൾ ഒരു ഭയവും നമുക്കില്ല. നമ്മൾ അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേഷനിലേക്ക് പോകും. ആ ട്രെയിൻ പിടിച്ച് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സർവകലാശാലക്കകത്ത് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇതുപോലെ സമ്മേളനം നടക്കുമ്പോൾ ഈ ഹാളിനകത്ത് ഒരാൾ കാത്തിരിക്കുന്നുണ്ടാകും. അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിക്കകത്തുള്ള ഉദ്യോഗസ്ഥൻ, ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാകും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വന്നത്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നതാണ്. എത്ര FIRകളാണ് ഈ രാജ്യത്തിന്റെ ക്യാമ്പസിനകത്ത് നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിനകത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനറൽ ബോഡി യോഗം നടക്കുകയാണ്.
എല്ലാ സംഘടനകളുമുണ്ട്. ABVP ഉണ്ട്, SFI ഉണ്ട്, ISI ഉണ്ട്, ASF ഉണ്ട്, MSF ഉണ്ട്, എല്ലാ സംഘടനകളുമുണ്ട്. അവിടേക്കാണ് നമ്മൾ ഈ ഉയർത്തിപ്പിടിച്ചുള്ള ത്രിവർണ്ണ പതാകയുമായി നമ്മുടെ പ്രവർത്തകന്മാർ കടന്നു വന്നപ്പോ ABVPയുടെ ഗുണ്ടകൾ പറഞ്ഞത് ഗോളിമാരോ എന്നതാണ്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഗോളിമാരോ, അവനെ വെടിവെച്ച് കൊല്ലണമെന്ന്. ആരെയാണ്? MSFന്റെ കൊടി പിടിച്ചു വന്ന നമ്മുടെ പ്രവർത്തകന്മാരെ മുഖത്ത് നോക്കി ഗോളിമാരോ എന്ന് വിളിച്ച് അവനെ വെടിവെക്കണമെന്ന് ആക്രോശിച്ചത് ABVPയുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ യൂണിറ്റ് പ്രസിഡന്റാണ്. അവർ ഗോളിമാരോ എന്ന് വിളിച്ചപ്പോ അതിനേക്കാൾ ശക്തമായി മുഷ്ടിയിലിട്ടിക്കൊണ്ട് MSF സിന്ദാബാദ് വിളിച്ചിട്ടാണ് ആ ഗോളിമാരെ നമ്മളെ പ്രവർത്തകന്മാർ നേരിട്ടത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ വിവിധ സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഭയപ്പെടാതെ, ഒരു ഭീഷണിക്ക് മുമ്പിലും മടിപ്പതറാതെയാണ് നമ്മളന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. JNU ഞങ്ങൾ ആ തീരുമാനമെടുത്തപ്പോൾ ഞങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകന്മാരെ 4-5 ദിവസം നമ്മൾ സംരക്ഷിക്കേണ്ടി വന്നു. അവർ പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ആരുടെ ക്യാമ്പസ് എന്നറിയുമോ നിങ്ങൾക്ക്? കഴിഞ്ഞ 9 വർഷക്കാലമായി ആ ക്യാമ്പസിൽ ABVPക്കെതിരെ പ്രശ്നമുണ്ടായതിന്റെ പേരിൽ ആ ജസീബ് അഹമ്മദ് എന്ന് പറയുന്ന കുട്ടി, അവന്റെ ഉമ്മ പ്രിയപ്പെട്ട ഫാത്തിമ അമ്മി ഞങ്ങളെ എപ്പോഴും വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും വിളിച്ചിരുന്നു. ഈ 19ാമത് ഇന്ത്യയുടെ പാർലമെന്റിൽ സമ്മേളിക്കുമ്പോൾ അവിടെ ശബ്ദമുയർത്താൻ മുസ്ലിം ലീഗിന് MP-മാരുണ്ടാകണമെന്ന് വിളിച്ചു പറഞ്ഞത് പ്രിയപ്പെട്ട നജീബിന്റെ ഉമ്മ ഫാത്തിമയായിരുന്നു. ആ നജീബിനെ ക്യാമ്പസിൽ നിന്ന് കാണാതായിട്ട് 9 വർഷമായി. ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, അവസാനമായി എൻ്റെ മകനെ മയ്യത്തെങ്കിലും എനിക്ക് കാണാൻ അവസരമുണ്ടോ എന്നാണ്. അവൻ മരിച്ചു എന്നത് ഉറപ്പാണ്. പക്ഷെ അവൻ്റെ അവസാനത്തെ ആ ഉമ്മയുടെ ആഗ്രഹം പോലും നിറവേറ്റി കൊടുക്കാൻ ഈ നരഭോജികൾക്ക് സാധിച്ചില്ല എന്നതാണ്. അങ്ങനെയാണ് ഉത്തരേന്ത്യയുടെ മണ്ണിൽ ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത്. അത്രമേൽ പ്രയാസപ്പെട്ടാണ്, ത്യാഗം സഹിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കും, MSFന് ഉത്തരേന്ത്യയിൽ എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം അവരുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ കഴിയും, ഇന്ന് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ ഈ രാജ്യത്തിന്റെ ക്യാമ്പസുകളാണ്. ഇന്ത്യയുടെ വൈദേശികാധിപത്യത്തിന്റെ തേർവാഴ്ചയുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്ക്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നിങ്ങൾ പരിശോധിക്ക്. എല്ലായിടത്തും ഫാസിസത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ളത്, ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ളത് ഈ രാജ്യത്തെ ക്യാമ്പസുകളാണ്. അത് ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല, ഇന്ന് ഇന്ത്യയുടെ ഈ ഫാസിസ്റ്റുകൾക്കെതിരെയും ഏറ്റവും ശക്തമായ പോരാട്ടം നയിക്കുന്നത് ഈ രാജ്യത്തെ ക്യാമ്പസുകളാണെന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. അതാണ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കുന്ന സമയത്ത് ആ പാർലമെന്റിനകത്ത് അങ്ങനെ ഒരു ബില്ല് വന്നപ്പോൾ ആദ്യമായി പ്രക്ഷോഭം ഉടലെടുത്തത്, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞാൻ കൂടി പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഡൽഹിയിലെ ജാമിയ മിലിയ സർവകലാശാലയിൽ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങിയ സമരമാണ് ഷാഹിൻബാഗിലേക്കും പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു നടന്ന വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിൽ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ വഖഫിന്റെ നിയമം വന്നു. പാർലമെന്റിനകത്ത് വഖഫ് ബിൽ പാസ്സാക്കിയപ്പോൾ ആ നിമിഷം തന്നെ ഇന്ത്യയുടെ ഡൽഹി സർവകലാശാലക്കകത്ത് ആദ്യത്തെ പ്രക്ഷോഭം കൊണ്ടുവന്നത് MSFന്റെ ഡൽഹിയിലെ ഘടകമാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് ഓർക്കാൻ സാധിക്കും. എവിടെ അനീതി കാണുന്നുണ്ടോ, എവിടെ അക്രമങ്ങൾ കാണുന്നുണ്ടോ, അവിടങ്ങളിൽ ഉയർന്നു പൊന്താനുള്ള പതാകയുടെ പേരാണ്, പ്രിയമുള്ളവരെ, MSFന്റെ പതാക എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ഓർത്തു വെച്ചോളൂ നിങ്ങൾ, നമ്മൾ ഒരിക്കലും ഭയപ്പെട്ട് പിന്മാറിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചുള്ള സർവകലാശാലയുടെ മുഴുവൻ പേരുകളും അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അവിടങ്ങളിലൊക്കെ MSFന്റെ സാന്നിധ്യമുണ്ട് എന്ന് മാത്രമല്ല, പലയിടങ്ങളിലും MSFന്റെ സാന്നിധ്യം കൊണ്ട് യൂണിയൻ വരെ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സംഘശക്തിയേക്ക് നമ്മൾ ശക്തമായ ബലം നൽകേണ്ടതുണ്ട്. ഈ സംഘശക്തിക്ക് ശക്തമായ ഒരു പിന്തുണ നിങ്ങളെല്ലാവരും നൽകേണ്ടതുണ്ട്. ഇത് ഇന്ത്യയുടെ മുഴുവൻ മനുഷ്യരുടെയും, ഫൈസൽ ബാബു തുടക്കത്തിൽ പറഞ്ഞു, ഏതാണ് MSFന്റെ മാതൃസംഘടന എന്ന് ചോദിച്ചില്ലേ, ആ ചോദ്യത്തിന്റെ ഉത്തരമാണത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള UP-യിലും ബീഹാറിലും ആസാമിലും ബംഗാളിലും ഇല്ലാത്തവർക്കുള്ള സുരക്ഷിത ബോധമാണ് നമ്മുടെ MP-മാർ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അവിടെ പ്രിയപ്പെട്ട ജുനൈദ് ട്രെയിനകത്ത് വെച്ച് മരണപ്പെട്ടപ്പോ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയപ്പോ ആ ജുനൈദിന്റെ ഉമ്മ സൈറ ബാനുവിന് സമാശ്വാസം കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നതാണ്. അവിടെ പ്രിയപ്പെട്ട ഫൈലൂഖാനും പ്രിയപ്പെട്ട നമ്മുടെ ആൾക്കൂട്ട കൊലപാതക ഇരയായ ഒരുപാട് ആളുകളുണ്ട്. ജാർഖണ്ഡിലും ബീഹാറിലും UP-യിലുമെല്ലാം അവർക്ക് എന്നും തണലും ശക്തിയുമായത് മുസ്ലിം ലീഗാണ്. അവിടെ ലീഗിനൊരു പഞ്ചായത്ത് മെമ്പർ ഇല്ല, അവിടെ ലീഗിന് ഒരു കോർപ്പറേഷൻ കൗൺസിലർ ഇല്ല, അവിടെ ഒരു MLA ഇല്ല, അവിടെ ഒരു മന്ത്രി ഇല്ല, ആരുമില്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകന് ഒരു അക്രമം ഉണ്ടായി എന്നറിഞ്ഞാൽ അവന്റെ ആരാധനാലയങ്ങളെ JCB വെച്ച് തച്ചു തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ചെന്ന് നോ പറയാൻ കഴിയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. നമ്മൾ ചെന്നിട്ടുണ്ട്.
ആ അഭിമാനത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ച് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട് നമ്മൾ. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം. അതുതന്നെയാണ് ഇന്ന് ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ നജീബിൻ്റെ ഉമ്മ ഫാത്തിമ അമ്മിക്കായാലും പ്രിയപ്പെട്ട ജുനൈദിൻ്റെ ഉമ്മ സൈറ ബാനുവിനായാലും എന്തിനേറെ തൻ്റെ ഭർത്താവ് ഇത്രയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ജയിലിലാക്കപ്പെട്ട് ഗുജറാത്ത് കലാപത്തിൽ തെറ്റുകാരനാണെന്ന് എഴുതി കൊടുത്തതിൻ്റെ പേരിൽ നിരന്തരം ക്രൂശിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഞ്ജീവ് ഭട്ടിൻ്റെ ഭാര്യ പ്രിയപ്പെട്ട ശ്വേതാ ഭട്ടിനും ഈ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ തേടിപ്പിടിക്കാൻ ഈ സംഘടന ബലമാണുള്ളത് എന്ന് കാണുമ്പോൾ അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് വിളി വരുന്നത് അവിടെ നിന്നങ്ങളാണ്. എന്നും ആസാമിലും ബീഹാറിലും ബംഗാളിലും അവിടുത്തെ പ്രിയപ്പെട്ടവർ നമ്മളെ പ്രയാസപ്പെട്ട് വിളിക്കുകയാണ്. അവർക്ക് മുസ്ലിം ലീഗ് എന്ന ആശയത്തെ തേടിക്കൊണ്ടു പോകണം. ഈ ആശയത്തെ നെഞ്ചോട് ചേർത്ത് അവർക്ക് മുന്നോട്ട് പോകണം. അവർക്ക് ഈ ആശ്വാസത്തിൻ്റെ ഈ സമാശ്വാസത്തിൻ്റെ കരങ്ങൾ അവർക്കും കൂടി എത്തിച്ചു കൊടുക്കണം എന്നതാണ്. അതിനുള്ള പ്രവർത്തനമാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാസർഗോഡ് നിങ്ങൾ കൊടുക്കുന്ന ഈ ശക്തിയും ഈ ബലവും അത് കാസർഗോഡ് മാത്രം അവസാനിക്കുന്നതല്ല, അത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തിൻ്റെയും ഒരു ശക്തിയാണ് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇത് പുതിയ കാലഘട്ടമാണ്, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളുള്ള ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും നല്ല ലീഡേഴ്സാണ്. ഈ ഹാളിനകത്തിരിക്കുന്ന ഈ തെരഞ്ഞെടുക്കപ്പെട്ട കടഞ്ഞെടുത്ത ഈ കാസർകോട്ടെ പുതിയ തലമുറയിലെ നേതൃത്വ നിരയിലെ കുട്ടികളാണ് നിങ്ങൾ സംവദിക്കുന്നത് പുതിയ കാലത്തെ കുട്ടികളുമായിട്ടാണ്. ഏതാണ് പുതിയ കാലത്തെ കുട്ടികൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫോർത്ത് ഇൻഡസ്ട്രി റവല്യൂഷൻ്റെ കുട്ടികളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും മെറ്റാവേഴ്സിൻ്റെയും ബ്ലോക്ക് ചെയിനിൻ്റെയും അതുപോലെ തന്നെ കോഡിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള പുതിയ കാലത്തെ നൂതന ടെക്നോളജി, ആ ടെക്നോളജിയിൽ നിന്ന് ആണ് നിങ്ങൾ സംവദിക്കുന്നതെന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അവർ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതറിയില്ല എന്ന് പറഞ്ഞ് പിന്മാറേണ്ടവരെല്ലാം MSF-ന്റെ നേതാക്കന്മാരെന്ന് ഇനി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ എജുക്കോണിനെ ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള പുതിയ തലമുറയിലെ കുട്ടികൾ ആകർഷിക്കുന്ന പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. എൻ്റെ പ്രിയപ്പെട്ട കാസർകോട്ടെ വിദ്യാർത്ഥികൾ അവർ മത്സരിക്കേണ്ടത് കാസർകോട്ടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുമായിട്ടല്ല, അവർ മത്സരിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ സർവകലാശാലയിലെ കുട്ടികളുമായിട്ടല്ല, അവർ മത്സരിക്കേണ്ടത് അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കുട്ടികളുമായിട്ടാണ്, അവർ മത്സരിക്കേണ്ടത് ഓക്സ്ഫോർഡിലെയും കാംബ്രിഡ്ജിലെയും സ്റ്റാൻഫോർഡിലെയും കുട്ടികളുമായിട്ടാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെന്നതാണ്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു MSF-ന്റെ ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അതിലെന്ന് പറയുന്നത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ. അതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, അതിനകത്ത് ഞങ്ങൾ മറ്റൊരു പരിപാടി കൂടി വെച്ചു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളെ കൂടി കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ തേടിപ്പിടിച്ചു ആരൊക്കെയാണ് ഈ കുട്ടികൾ. അപ്പോഴാണ് യുണൈറ്റഡ് നേഷൻ, അപ്പോഴാണ് നമുക്കൊരു സംഘടന യൂറോപ്യൻ യൂണിയൻ KMCC അക്കാഡമിക് വിങ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. അതിൽ ഞങ്ങൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കി. അതിൽ ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചു. ഇന്ത്യയിലല്ല ലോകത്തിന്റെ സർവകലാശാലക്കകത്ത്, അതിൽ ലോകത്തിന്റെ ഏറ്റവും മികച്ച സർവകലാശാല ഒന്നായ ഓക്സ്ഫോർഡിനകത്ത് PhD ചെയ്യുന്ന MSF-കാരനെ നമുക്ക് കാണാൻ സാധിച്ചു. സ്റ്റാൻഫോർഡിൽ PhD ചെയ്യുന്ന ഒരു MSF-കാരനെ കാണാൻ സാധിച്ചു. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ പഠിച്ച ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ അതേ ഡിപ്പാർട്ട്മെന്റിനകത്ത് PhD ചെയ്യുന്ന JNU-ലെ മുൻ MSF-ന്റെ പ്രസിഡന്റ് എൽസാനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നതാണ്. എന്തിലേറെ പറയുന്നു, അതിനൊക്കെ പുറത്ത് ഐക്യരാഷ്ട്രസഭക്കകത്ത് UN മിഷനിൽ പ്രൊജക്ട് ഓഫീസറായി നിൽക്കുന്നത് ഒരു പഴയ തിരൂരങ്ങാടിക്കാരൻ MSF-കാരനാണെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് ഓർക്കാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ. ആ നേട്ടങ്ങൾ നമുക്ക് ഇനിയും തുടരേണ്ടതുണ്ട്. ആ നേട്ടങ്ങൾ ഇനി ലോകത്തോളം സഞ്ചരിച്ച് ഈ പ്രസ്ഥാനത്തെ നമുക്ക് വളർത്തി ഇനിയും വലുതാക്കേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യം ഇനിയും വലുതാണ്. ഹോണറബിൾ എക്സിസ്റ്റൻസ് പ്രിയപ്പെട്ട ഷെരീഫ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കും. അത് ഇനിയും ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷയാകുന്ന ഒരു പ്രസ്ഥാനമാകണം. അതിലേക്കുള്ള യാത്രയാണ് പ്രിയമുള്ളവരെ ഇതെല്ലാം നമ്മൾ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള 2 ദിവസവും വളരെ ക്രിയാത്മകമായുള്ള സമ്മേളന സെഷനുകളുമായി മുന്നോട്ട് പോയി മറ്റന്നാൾ വലിയ രീതിയിലുള്ള ഒരു പൊതുസമ്മേളനത്തോടു കൂടി സമാപിക്കുന്ന ഈ സമ്മേളനത്തിന് MSF-ന്റെ ദേശീയ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് MSF.